ഗൈസ്, ഞാൻ ടിബറ്റൻ ഫ്ലാഗ് മേടിച്ചിട്ട് നടക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും കെട്ടി തൂക്കണം. കണ്ടില്ലേ, ഇതിങ്ങനെ ഉണ്ടാവും. ഇത് ചെറുതാണെന്നാണ് തോന്നുന്നത്, ബൈക്കിന് എത്തുമെന്ന് അറിയില്ല. പഴയ ഡോമിനറിനൊക്കെ അല്ലേ, ഹോർണറ്റിനൊക്കെ സെയിമായിട്ട് കിട്ടിയായിരുന്നു. മണാലിക്കൊക്കെ പോകുന്ന ടീം ഇങ്ങനെ വണ്ടിയിൽ കെട്ടുവിടും ഇങ്ങനെ ഫ്രണ്ടിൽ. അപ്പം അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ കെട്ടിയതാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടില്ല എങ്ങോട്ടാണെന്ന് അറിയാം. ഇപ്പം ഞാനുള്ളത് ടിബറ്റൻ മൊണാസ്ട്രി ആണ്. നമ്മുടെ കുശാൽ നഗറിലെ ടിബറ്റൻ മൊണാസ്ട്രി ആണ്. ഞാൻ ബൈക്ക് ഓടിച്ച് സോളോ ആയിട്ടാണ് ഗായ്സ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം എന്തെല്ലോ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ എൻട്രൻസ്. ഇത് കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബുദ്ധന്മാരൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടെ ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നേരെ ഈ വീഡിയോ ഞാൻ വന്ന വഴികൾ എങ്ങനെയാണ് നിങ്ങൾ പോയി കണ്ടിട്ടോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കുശാൽ നഗറിലേക്കാണ് കേട്ടോ. ഞാനിപ്പം കർണാടകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് ഉള്ളത്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വെയിലിരുന്ന് ബോറടിച്ചപ്പോൾ നേരെ ഇറങ്ങിയതാണ്. അപ്പം കുശാൽ നഗർ വരെ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഗായ്സ്. ഓക്കെ, കർണാടകത്തിൽ ഞാൻ വരുന്ന വഴിയൊക്കെ നല്ല തണുപ്പായിരുന്നു. മറ്റേ നമ്മുടെ വിരാജ്പേട്ട്, കൂർഗൊക്കെ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. ഇപ്പം കുശാൽ നഗറൊക്കെ എത്താനാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിട്ടാണ്. ഇനി ഇവിടുന്ന് കുശാൽ നഗറിലേക്ക് ഒരു 5 കിലോമീറ്റർ ഇല്ലു. അതിന് ഞാൻ കുശാൽ നഗർ എത്താനായ സമയത്താണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അധികം ഒരു ലെങ്ത് വീഡിയോ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്താനാകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്നത്. അല്ല, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല റോഡിൽ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം തിരക്കുണ്ട് റോഡിൽ. നല്ല ടൂറിസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഗായ്സ്, നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറിയിട്ടാണ്. അപ്പം 2 വട്ടം എനിക്ക് വഴി തെറ്റി. അതുകൊണ്ട് കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടാണ് ഈ വഴി ഇറങ്ങുന്നത്. പുറത്ത് ബോർഡൊന്നുമില്ല ഗോൾഡൻ ടെമ്പിളിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങോട്ടൊരു 3 വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് തന്നെ എനിക്ക് വഴി തെറ്റി. ഇതിനു മുമ്പ് വന്നപ്പോൾ അങ്ങ് വേറൊരു വഴിയാണ് ഞാൻ വന്നത്. അവിടെ വലിയൊരു ബോർഡൊക്കെ ഉണ്ട്. ഇതൊന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഇടത്തെ സൈഡിലേക്ക് കയറിയുണ്ട്. അതെ, അത്യാവശ്യം വണ്ടികളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നാട്ടുകാരൊക്കെയാണ് കൂടുതലും. കർണാടക വണ്ടി തന്നെയാണ് കാണാൻ ഫുള്ള്. റോഡൊക്കെ അത്യാവശ്യം കട്ടറാണ് കേട്ടോ. പോകുന്ന വഴി ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കാണ് കേട്ടോ. റോഡ് ഫുള്ളും കാറാണ്. അപ്പം ഈ വണ്ടിയൊക്കെ വെട്ടിച്ച് കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചില റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ് കാണുന്നത്. കണ്ടില്ലേ, സൈഡിലൊക്കെ ടിബറ്റൻ ഫ്ലാഗൊക്കെ അവർ തൂക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്തായാലും എനിക്കൊരു ടിബറ്റൻ ഫ്ലാഗ് വാങ്ങിയിട്ട് എൻ്റെ ബൈക്കിൽ കെട്ടണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ പഴയ ബൈക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ടിബറ്റൻ ഫ്ലാഗൊക്കെ വാങ്ങി കെട്ടിയായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഈ പ്രാവശ്യം വാങ്ങി ഒന്ന് വെക്കണം. ചിലപ്പോൾ ഇവർ കൊടും പൈസയൊക്കെ പറയട്ടാ. വണ്ടി ഞാൻ മേടിച്ചത് 40 രൂപ പറഞ്ഞിട്ട് 30 രൂപയ്ക്കാണ് 2 മേടിച്ചത്. ഓക്കെ, അപ്പം ഇവർ കണ്ണും പൂട്ടിയൊക്കെ റേറ്റ് കൂട്ടും. കുറേ നാളായതുകൊണ്ട് ഇപ്പോൾ എത്ര പൈസ ആയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ.
കണ്ടില്ലേ ഗേറ്റൊക്കെ നോക്കിയേ, ഇതൊക്കെ ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലാണ് കേട്ടോ ഇത്. അപ്പം നമ്മളെ സ്ഥലം എത്തി. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് പാർക്കിങ്. ഓക്കെ, ഇവിടുന്ന് അടുത്തേക്കൂടെ കുറേ ടിബറ്റ് മറ്റേ ഇവരെന്താ പറയുക ശരിക്കും, ബുദ്ധന്മാരല്ലേ, കുറേ ആൾ നടന്നു പോകുന്നില്ലേ അതിലേ കൂടെ. ഇവിടുന്ന് നേരെ താഴേക്ക് പോയിട്ടാണ്, ഇവിടെയാണ് പാർക്കിംഗ്. കാറ് ബൈക്കിനെല്ലാം പാർക്കിംഗ് ഇവിടെ ആയിട്ടാണ്. ഓക്കെ, പണ്ടൊക്കെ പാർക്കിംഗ് ഫ്രീ ആയിരുന്നു, ഇപ്പം പൈസ കൊടുക്കണമോ, വണ്ടിക്കാരനൊക്കെ നടക്കുന്നുണ്ട്. ഓ കൊടുക്കണം തോന്നുന്നു കേട്ടോ പാർക്കിംഗ്. ഈ തണലത്തെ എവിടെയെങ്കിലും വെക്കാം വണ്ടി, അപ്പം നല്ലത്. ഈ സൈഡിലൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെക്കാം. ഓക്കെ, ഈ സൈഡിൽ വെക്കാം. ഗൈസ്, ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. ഗൈസ് ഗൈസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കണ്ടില്ലേ, സൈലൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടല്ലോ ആൾക്കാർ. ഇപ്പം പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗൈസ്. ഇതിൽ കൂടെ വരുമ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ എന്നാലും നമുക്ക് സംസാരിച്ചിട്ട് പോകും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ക്യാമറ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാനേട്ടാ, എന്താണ് ആവുന്നതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പല വട്ടം ഇവിടുന്ന് കുറേ വട്ടം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ക്യാമറ എടുക്കരുതെന്നൊന്നും. ചാടുന്ന ആ സെക്യൂരിറ്റിക്ക് മാത്രം ഭയങ്കര ജാട, ക്യാമറ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞ ചങ്ങായി. ഓക്കെ, കണ്ടില്ലേ, ഭയങ്കര എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ കേട്ടോ. കണ്ടോ, ഇതിൻ്റെയൊക്കെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പുറകെ കൊണ്ടുപോയിട്ട് ഇടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്രണ്ട് ലുക്ക്. ഓക്കെ, ഇപ്പം അവിടെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വയലൻ്റ് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി കയറുന്ന സ്ഥലം. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ 3 ബുദ്ധന്മാർ, ഇത് അവർ വിശ്വസിക്കുന്ന ആൾക്കാരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, പ്രാർത്ഥന നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഹാളിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതിൽ കൂടെ എന്നോട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മറ്റേ ചങ്ങായി, പക്ഷെ എല്ലാവരും ഫോണിലൊക്കെ വീഡിയോ എടുക്കാറുണ്ട്, ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല പോലും. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ പക്ഷികളൊക്കെ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ തടാകം പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. വേണമെങ്കിൽ ഇവിടുന്ന് മണിയൊക്കെ അടിക്കാൻ തോന്നാം. ഈ മറ്റേ സാധാരണ ടിബറ്റിലൊക്കെ കാണുന്ന പോലെ മറ്റേ ഈ സാധനം ഇങ്ങനെ കറക്കിയിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നത്, ആ സാധനം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 കറക്കൊക്കെ കറക്കായിരുന്നു. വലിയൊരു മണിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മണീൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. പിന്നെ നല്ല ടൈപ്പ് വിളക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പക്ഷെ ഇവിടെയൊക്കെ സ്ക്രാച്ചായിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെയൊക്കെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇവർ എന്ത് ടൈപ്പ് പ്രാർത്ഥനയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ പ്രാർത്ഥന. കണ്ടില്ലേ, അപ്പോൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടിത്തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അങ്ങ് പോയിട്ട് വരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ
ഇവരുടെ എന്തോ ദൈവങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ചെരുപ്പൊക്കെ വെച്ചത് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലേ. ഇതിലേക്കുള്ള 3 എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. ഓക്കെ, പ്രാർത്ഥിക്കുന്നൊക്കെ സ്ഥലമാണ് കേട്ടോ ഇത്. ഓക്കെ, പണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് അവിടെ അടുത്ത് വരെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു അല്ലേ. ഇപ്പം ഇവിടം വരെ ക്ലോസ് ആക്കി, എല്ലാവരും ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് അല്ലേ. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇവരുടെ 3 ദൈവങ്ങളാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററിയൊന്നും എനിക്കറിയില്ല. ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം. റൈസ് ആണല്ലേ. ഇവിടെ പ്രാർത്ഥന ആളാണ് ഇത്. നമ്മളെ ഏകദേശം ക്രിസ്ത്യൻ പള്ളി പോലെയൊക്കെ ഉണ്ട് കാണാൻ. പീസ്ഫുള്ളാണ് കേട്ടോ. ഇവരിതുവരെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് ഉണ്ടല്ലേ. നമ്മളെ ക്രിസ്ത്യൻ ചർച്ചൊക്കെ പോലെ ഉണ്ട്. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ. ഡിസൈൻ തന്നെ പ്രത്യേക ലുക്കിലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ട ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഒരു ചേച്ചി വെള്ളം നനക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ വെറുതെ എടുത്ത വീഡിയോ ആണ്. പിന്നെ താഴെ ടിബറ്റനിൽ മറ്റേ നമ്മളെ ഇതൊക്കെ ഇല്ലേ, ടിബറ്റൻ ഫ്ലാഗൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 2 ഫ്ലാഗൊക്കെ മേടിക്കണം എന്തായാലും എനിക്ക്. ഉണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഇതിലേക്കൂടെയുള്ള നമുക്ക് പല ടൈപ്പ് ചെടികളാണ്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി നടായിരുന്നു. കണ്ട, എല്ലാം പ്രത്യേക ടൈപ്പ് ചെടികളാണ്. ഇവിടെയൊക്കെ വെള്ളം വെച്ചിട്ടൊക്കെ ഇവിടെ ഫുൾ ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ആംബിയൻസ് ആണ്. ഇവിടെ എന്തൊരു പല ടൈപ്പ് പൂക്കളാണ് കേട്ടോ ഇവിടെ എല്ലാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ എന്തെല്ലോ പാർക്ക് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ. കണ്ടോ, കണ്ടില്ലേ, ഇവിടെ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബൈക്ക് ടൈപ്പ് ബൈക്ക് ഫ്ലാഗ്. ഗായ്സ്, ഞാനപ്പം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പരിപാടിയൊക്കെ മതിയാക്കി ഇടാം. അപ്പം ടിബറ്റൻ ഫ്ലാഗിൻ്റെ ടിബറ്റൻ മൊണാസ്ട്രിയിലൊക്കെ കയറി. അപ്പം അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. കുറേ ആളുകൾക്ക് നമ്മൾ ഈ സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ ഇപ്പം പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകരിക്കും ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇവിടെ ഫുള്ള് ആൾക്കാർ ഇതാണ് കേട്ടോ. ഷോപ്പൊക്കെയാണ് ഇവിടെ ഫുള്ളും. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ പോയ സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. ഒക്കെ ടിബറ്റൻ സ്റ്റൈലിലെ ഫുഡായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളൊരു ടിബറ്റൻ ഫ്ലാഗൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് പോകാം. ഗൈസ്, ഞാൻ ടിബറ്റൻ ഫ്ലാഗ് മേടിച്ചിട്ട് നടക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും കെട്ടി തൂക്കണം. കണ്ടില്ലേ, ഇതിങ്ങനെ ഉണ്ടാവും. ഇത് ചെറുതാണെന്നാണ് തോന്നുന്നത്. ബൈക്കിന് എത്തുമെന്ന് അറിയില്ല. പഴയ ഡോമിനറിനൊക്കെ ഹോർണറ്റിനൊക്കെ സെയിമായിട്ട് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിക്കൊന്ന് കെട്ടി നോക്കാം കേട്ടോ. കുഴപ്പമില്ല.
ഓക്കെ ടോട്ടൽ ബൈക്കിനെത്തും. ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ വെക്കുന്ന കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഈ ടിബറ്റൻ ഫ്ലാഗില്ലേ അത് മേടിച്ച് അപ്പോൾ ഇനി ബൈക്കിൽ കെട്ടാൻ വേണ്ടി പോകട്ടാ. ഇനി ഫുൾ ബൈക്കിൽ ഇനി ഇങ്ങനെ പാറി കളിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കെട്ടാം, ഇവിടെ കെട്ടട്ടെ. യെസ്, ഇതൊരു സന്തോഷമല്ലേ. ഏതെൻ്റെ പണ്ടത്തെ വണ്ടിക്കൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം. പിന്നെ അതിൻ്റെ കളറൊക്കെ പോയപ്പം അത് പോയി. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ ടിബറ്റൻ ഫ്ലാഗ് മേടിച്ച് എല്ലാവരും സന്തോഷം. ഓക്കെ, അപ്പം ഇവിടെയും കൂടെ കെട്ടിയ ഇവിടെ ടൈറ്റാണ് കേട്ടോ. പക്ഷെ ഇവിടെയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ സാധനം പൊളിയായിരിക്കും. കുഴപ്പമില്ല. ടൈറ്റ് ആകലെ ഗായ്സ്, ടൈറ്റ് ആകലെ. എന്നാലും ഇത് കെട്ടി ഇങ്ങനെ പറന്ന് കളിക്കുന്നതിൻ്റെ ഫീല് ഭയങ്കരമായിരിക്കും. ഓക്കെ, അത് ലൂസാണെങ്കിലും ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പറന്ന് കളിക്കുമ്പോൾ ഇതിൻ്റെ ഫീല് ഭയങ്കര ഫീലാണ്. കണ്ടില്ലേ, ഫ്രണ്ടിൽ ടിബറ്റൻ ഫ്ലാഗൊക്കെ ഇവിടെ കെട്ടി. മണാലിക്ക് പോയിട്ടെല്ലാം കെട്ടുന്ന ആൾക്കാരില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ മണാലിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് പോയി ഇനി ഇവിടെ ഒരു ഇയാൾക്ക് പൈസയും കൊടുക്കണമല്ലോ. സ്കാൻ ഗൈസ്. അപ്പം ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് 20 റുപ്പീസ്. അത് കൊടുത്ത് നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോക്കായി കണ്ടോ. ഇതിൽ ഇതിലേ കൂടിയും പോവാം, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കൂടിയും പോവാം. ഇനി ഈ വഴിയും വേണമെങ്കിൽ വരാം കേട്ടോ. ഓക്കെ, വണ്ടിയിൽ ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ട് ഓടിക്കുന്നതിൻ്റെ ഫീല് ഭയങ്കര ഫീലാണ് ഗൈസ്. വാവ്, നല്ല രസമുണ്ട് ഇതിലേ കൂടി ഇങ്ങനെ പോവാൻ. ഓക്കെ, ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ ഫ്രണ്ട്, അമ്പ് കണ്ടില്ല. ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ പറക്കുന്നുണ്ട്. നല്ല ഫീലുണ്ട് കേട്ടോ. ഇതൊരു സൈഡിൽ ലൂസായിപ്പോയി, അതാണ് പറ്റിയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ മതി ഉണ്ടായിരുന്നു ഞാൻ. അല്ലേ, അപ്പം കുറേ കപ്പിൾസൊക്കെ ഈ വഴി വരുന്നുണ്ട് കേട്ടോ റൈഡിന്. അപ്പം ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നതിൻ്റെ ഫീല് ഭയങ്കര ഫീലാണ് കേട്ടോ, എന്ത് പറഞ്ഞാലും. അപ്പം നമ്മൾ കുശാൽ നഗറിൽ നിന്ന് നേരെ ഇറങ്ങി ഇനി ജസ്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലം കൂടെ കറങ്ങിയിട്ട് നേരെ തിരിച്ചു പോവും. ഓക്കെ, അപ്പം നമ്മളെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ കുശാൽ നഗറിലെ ഈ ടിബറ്റൻ മൊണാസ്ട്രിയാണ്. മൊണാസ്ട്രീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ സൗണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. പാതാളം പോലത്തെ കുഴിയാണ് ഫുള്ള് ഇവിടെ. ഓക്കെ ഗായ്സ്, അപ്പം എൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് സംഭവം. വണ്ടിയിൽ ടിബറ്റൻ ഫ്ലാഗൊക്കെ കെട്ടി വണ്ടി ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. മണാലിക്കൊക്കെ പോകുന്ന ടീം ഇങ്ങനെ വണ്ടിയിൽ കെട്ടുവിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ. അപ്പം അതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ കെട്ടിയതാണ്. എന്തായാലും നമുക്കിപ്പം മണാലിക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല എന്തെങ്കിലും ഫുഡ് കിട്ടുവാണെങ്കിൽ ഫുഡ് കഴിക്കണം. അതാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. വണ്ടി തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വണക്കം, ശുഭദിനം. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വ്ളോഗ് കാണാം ഗൈസ്. ബൈ ബൈ.